ഒരു വലിയ UDF തരംഗം ആഞ്ഞു വീശുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാക്കുന്നത്. എന്താണ് അതിന് കാരണമായത്, അതിനാധാരമായത് എന്നതിൻ്റെ വിശദാംശങ്ങൾ അതൊക്കെ ഇനി അത് വിലയിരുത്തപ്പെടൽ നടത്തേണ്ടതാണ്. അതിൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയണം. LDF കൺവീനറുടെ പ്രതികരണം അല്പസമയം മുമ്പ് ഒരു ചെറിയ പ്രതികരണം വന്നത് പരിശോധിക്കുമെന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് സർക്കാർ വിരുദ്ധ ജനവികാരം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവും അത് ഊന്നി പറയുന്നുണ്ടായിരുന്നു. ഈ തോൽവിക്കൊപ്പം തന്നെ ഗോപികൃഷ്ണൻ അദ്ദേഹം പറയുന്നത് ഈ വിജയവും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയം തങ്ങൾക്ക് കിട്ടിയത്? അതിന് സർക്കാരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നു. ഒപ്പം വലിയ ആത്മവിശ്വാസത്തിൽ നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം UDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മറുവാദമായി ഉയർത്തി നമ്മൾ കേട്ടത് അതൊക്കെ അവരുടെ കോട്ടകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിജയം നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതിനെന്ത് മറുപടി പറയും സർക്കാർ എന്നുള്ളത്? കോട്ടകളൊക്കെയാണ് തകർന്നു വീണിരിക്കുന്നത്. അതെ, തീർച്ചയായും വലിയ കോട്ടകളൊക്കെ തകർന്നു വീഴുന്ന ഇപ്പോഴും ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കിട്ടുമോ എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം ആ മാറി മറിഞ്ഞുകൊണ്ട് ഫലം ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അത് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ദയനീയമായൊരു പരാജയത്തിലേക്ക് പോയി ചേരുകയാണ് LDF എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എറണാകുളം. വിപിൻ, എന്താണ് ഇപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? എന്താണ് വിപിൻ? GK, ഈ എറണാകുളം ജില്ല പൊതുവെ UDFനൊപ്പം നിൽക്കുന്ന ഒരു ജില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFന് അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ ഭരണമടക്കം അവർക്ക് പിടിച്ചെടുക്കാനും സാധിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ മറികടന്ന് ഒരു UDFന്റെ തേരോട്ടം എന്ന് തന്നെ പറയാം ഈ കൊച്ചിയിലും ഇപ്പോൾ മധ്യ കേരളത്തിൽ പൊതുവിലും. അതിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഏകദേശം 40 സീറ്റുകളായിരുന്നു UDFന്റെ നേതൃത്വം തന്നെ പ്രതീക്ഷിച്ചതെങ്കിൽ അത് 47 സീറ്റുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വലിയ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു നേട്ടം തന്നെ അവർക്ക് കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നു. LDFന് വലിയ തകർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. 4 സീറ്റുകൾ അവിടെ NDAക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം വീണ്ടും UDFന്റെ കൈകളിലേക്ക് തന്നെ എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിലായിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരം നടക്കുകയും ചെയ്തത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലായിടത്തും തന്നെ സർവാധിപത്യം UDFന് ഇപ്രാവശ്യം കൊണ്ടുവരാൻ സാധിച്ചു. 13 നഗരസഭകളാണുള്ളത്. ഈ 13 നഗരസഭകളിൽ തൃപ്പൂണിത്തറ NDAക്കൊപ്പം നിന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചത് ഇപ്രാവശ്യം തൃപ്പൂണിത്തറ പിടിക്കാനായിരുന്നു. തൃപ്പൂണിത്തറയിൽ ഒരു നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു BJP ഉയർത്തിയ മുദ്രാവാക്യം. അവർ സുരേഷ് ഗോപിയെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രചാരണം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. NDA അങ്ങനെ തൃപ്പൂണിത്തറ ആദ്യമായി അങ്ങനെ NDA ഭരിക്കാൻ പോകുന്നു. ഒപ്പം തന്നെ മറ്റു 12 നഗരസഭകളും ഇപ്പോൾ UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഏലൂർ ഉൾപ്പെടെയുള്ളത് LDFനെ കൈവിട്ടിരിക്കുകയാണ്. പറവൂര്, ഒപ്പം തന്നെ കളമശ്ശേരി, കോതമംഗലം, അങ്കമാലി, മൂവാറ്റുപുഴ, വടക്കൻ പറവൂർ, പെരുമ്പാവൂർ, ആലുവ, തൃക്കാക്കര, മരട്, കൂത്താട്ടുകുളം, പിറവം ഇത്രയും നഗരസഭകൾ ഇപ്രാവശ്യം UDFന് ഒപ്പം നിന്നു. മറ്റൊന്നും തന്നെ ഇല്ലാതെ കൂടെ നിന്നു. ഒപ്പം തന്നെ ഈ ബ്ലോക്കിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും കടമക്കുടിയിൽ LDF ആണ് മുന്നിൽ. അവിടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് UDFന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ 28 ഡിവിഷനുകളിൽ 25ഉം UDFനൊപ്പമായിട്ട് നിൽക്കുകയാണ്. മറ്റു 3 ഇടത്താണ് ഇപ്പോൾ ഒരു മത്സരം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും UDFന് തന്നെ മുൻതൂക്കം എന്നുള്ളതാണ്. അതായത് ഒരു ഇഞ്ചോടിഞ്ചു മത്സരം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു 8:30 ആയപ്പോൾ തന്നെ ട്രെൻഡ് കൊച്ചിയിലും എറണാകുളത്ത് പൊതുവിലും വ്യക്തമായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് തുടരുന്ന കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത്. തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു LDF പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പൊതുവേ നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു UDF കൊണ്ടുവന്നത്. ഇതിൽ വിജയിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. കേരളത്തിൽ മുഴുവൻ അടിച്ചിരിക്കുന്ന ആ ഒരു അലയൊലി അത് ഏറ്റവും കൂടുതൽ കൊച്ചിയിലും പ്രതിഫലിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.